ഹായ് ഗായ്. രാവിലെ അണ്ണനും തമ്പിയും ഷൈനം കണ്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോ അവിടെ മുത്തനും മുത്തിയും റൊമാൻസ്. എന്നാ പിന്നെ ഒന്ന് കുളിച്ചിടാന്ന് കരുതി എണ്ണ തേച്ചോണ്ടിരുന്നപ്പോ പീലിയുടെ വക മാമി കുളിക്കാറൊക്കെ ഉണ്ടോ? ഇന്ന് മമ്മിയുടെ ആദ്യത്തേതും അവസാനത്തെയുമായ കുളിയാണെന്ന് ഞാനും പറഞ്ഞു. മാമനെ കുത്തി ഉണർത്തുന്നതിൽ സന്തോഷം കണ്ട് പീലി. ദോശയും ചട്നിയും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക് കിടക്കാം. പാവയ്ക്ക് അരിഞ്ഞു വെച്ചതിന് ശേഷം ചീനിയുടെ കാര്യവും തീരുമാനമായി. പീലിക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് കുട്ടയം വട്ടിയെടുത്ത് നാത്തൂനെ അനിയനെയും കൊണ്ട് തലേനെ ലാൻഡായി. വെള്ളം ഒരു വീക്ക്നെസ് ആയ പൊന്നിന് പൈപ്പ് തുറന്നിട്ട് ടാങ്കിലെ വെള്ളം മൊത്തം തീർത്തു. അമ്മ എങ്ങനെയൊക്കെയോ ദോശ കൊടുത്ത് തീർത്തു. എല്ലാരും കഴിച്ചു തീർന്ന സ്ഥിതിക്ക് നൈസിന് ഒരു മുട്ടയും പൊരിച്ച് ഓരം പറ്റിയത് തിന്നോണ്ടിരുന്ന എന്നെ പീലി നോട്ടം ഇട്ടു. കൂട്ടനസ് വാരി വിതറി അവിടെ നിന്ന് മുട്ട അത്ര നിന്നിട്ട് ആളെ സ്ഥലം കാലിയാക്കി. ദീപം കഴിച്ചു കഴിഞ്ഞതോടെ അളിയന്മാർ രണ്ടും കൂടി ചിക്കനും കറിക്ക് വേണ്ടിയുള്ള സാമഗ്രികളും വീട്ടിലുള്ള ചീനി തികയില്ലെന്നും പറഞ്ഞ് എഗെയിൻ ചീനിയും വാങ്ങി തിരിച്ചെത്തി. രാവിലത്തെ ദോശ ആർക്കും തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന വാരിയിലെടുത്ത് എല്ലും കപ്പ ഉണ്ടാക്കാന്ന് എന്റെ തീരുമാനം വന്നു. ആ തീരുമാനം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നത്തൂനും അസിസ്റ്റന്റ് പണിക്ക് ഇറങ്ങി. ചീനി പിഴിഞ്ഞ് വെച്ചതിന് ശേഷം എല്ല് കഴുകി വൃത്തിയാക്കി അരപ്പം പുരട്ടി കുക്കറിൽ കയറ്റി. ബാക്കിയുള്ള അലസ് കുളിച്ച് പണികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് കൂട്ടനസ് വാരി എറിഞ്ഞുകൊണ്ട് നാത്തൂനും എത്തി. ഇവർ ഒന്നിനുമല്ല പിടിഞ്ഞു വെച്ചിരിക്കുന്ന ചീനിന്ന് കൈയിട്ട് വരാനായിരുന്നു. അങ്ങനെ ഓരോരോ ഓളങ്ങൾ കാണിച്ച് നമ്മുടെ കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ബാക്കി നാളെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.